മറന്നിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ ഓരോ തിരക്കിലായിപ്പോയി. എന്റെ ശ്രേയം വിളിക്കാറില്ലേ? ശ്രേയനെ ഞാൻ 2-3 ദിവസം മുമ്പേ വിളിച്ചു തോന്നുന്നല്ലോ. അതെല്ലേ, അപ്പം നമ്മളെ മാത്രമേ വിളിക്കാണ്ടുള്ളൂ. പിന്നെ എനിക്ക് എന്തോ ഒരു ചമ്മലുണ്ട്. എന്തിന് ചമ്മല്? അതിന്റെ കാര്യമൊന്നുമില്ല. ചമ്മലിന്റെ കാര്യം ഒന്നുമില്ല. ഞാൻ പിന്നെ വിളിച്ചൂടെ, ഇങ്ങോട്ട് വിളിച്ചൂടെ എന്നാ? അല്ല, അങ്ങോട്ട് വിളിക്കാൻ പിന്നെ ഇങ്ങോട്ട് വിളിക്കോ ഇല്ലേ അല്ലെ എന്താണെന്ന് അറിയില്ലല്ലോ. അതാണ് ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കണ്ടെന്ന് വിചാരിച്ചത്. ഇപ്പൊ എന്തിനാ വിളിച്ചേ? ഇപ്പം വിളിച്ചത് ശ്രേയ ഇവിടെ ഇല്ല. എനിക്ക് തോന്നി എന്തോ തോന്നിയില്ലേ? അതെ, അങ്ങനെ തോന്നിയില്ലേ? അപ്പോ വേറെ എൻഗേജ് ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നന്നായിരുന്നു പറയാനാണ് വിളിച്ചത്. ശ്രേയ അവളുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പോയി. അവളുടെ ആങ്ങളയുടെ കൂടെ എവിടെ ഒന്ന് പോകാൻ വേണ്ടിയാ. അപ്പൊ അന്നേരമാണ് ഞാൻ തന്നെ ഒന്ന് ഓർത്തത്. ഞാൻ വിചാരിച്ച് താൻ ഫ്രീ ആണെങ്കിൽ ഇവിടെ വന്നാൽ നമുക്ക് കുറച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കാലോ എന്ന് വിചാരിച്ചു. സംസാരം മാത്രമേ ഉള്ളൂ. അത് താൻ വന്നിട്ട് തീരുമാനിക്കാം. സംസാരം മാത്രം മതിയോ അല്ലേ വേറെ വല്ലതൊക്കെ വേണോന്നുള്ളത് താൻ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് പ്ലാൻ ചെയ്യാം. അല്ല, ഇങ്ങനെയാ നിങ്ങൾ ഇതില്ലാണ്ടായിപ്പോയി. നിങ്ങൾ എത്ര നല്ലതാണോ അങ്ങോട്ട് തന്നെയാന്ന് എനിക്കും മനസ്സിലാവാതെ. കാരണം അവളുടെ മൈൻഡില് ഇങ്ങനെയൊരു സംഭവമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്നിട്ട് തന്നെ ഞാൻ എത്ര ശ്രമിച്ചിട്ടാണെന്നറിയോ, നമ്മൾ അന്ന് സംസാരിച്ചതിന് ശേഷം ഒരു തവണ അന്ന് നടന്നത്. നല്ല ഇഷ്ടായി. അല്ല, നിങ്ങള് അന്ന് എന്നെ വിളിച്ചിട്ട് അല്ല നല്ല ഇഷ്ടായി. അതെനിക്ക് അത് ഇഷ്ടമായി. ഞാൻ പറഞ്ഞു ശ്രേയായിട്ട് അന്ന് നമ്മൾ വിളിച്ചതിന് ശേഷം ഒരു തവണ ഞാൻ ശ്രേയായിട്ട് അന്ന് നമ്മള് അങ്ങനെ ഒരുമിച്ചത്. അപ്പോ അവക്ക് അത് വലിയ തീരെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ, ഇതിനോട് തീരെ താല്പര്യമില്ല. ആ രീതിയിലാണ് അവള് ഇടപെട്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളന്ന് കണ്ടതിന് ശേഷം എന്തായാലും അവളെന്റെ ഭാര്യയല്ലേ. അപ്പൊ ഞാൻ ശ്രമിക്കലുണ്ട്. പക്ഷെ ഒരു തവണയാണ് നമ്മളെ കണ്ടതിന് ശേഷം പിന്നെ ഒരു തവണയാണ് അവളുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം നടന്നത്. അതും ഒരുപാട് പാടുപെട്ടിട്ട്. അല്ല, അപ്പൊ നീ അവളുമായിട്ട് ബന്ധപ്പെട്ടാല് എന്നെ താല്പര്യം ഉണ്ടാവൂല അല്ലേ? അതൊന്നുമില്ല. ഞാൻ അതല്ലേ എന്താ വിളിക്കാതെന്ന് ചോദിച്ചേ. അങ്ങനെ ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളൊന്നുമല്ല ഞാൻ. അങ്ങനെ പിന്നെ തന്നോട് ഇങ്ങനെ വരുമെന്ന് ചോദിക്കോ? അപ്പൊ അവർക്ക് ഇതിനോട് തീരെ താല്പര്യമില്ല? ഇല്ലാന്ന് ഞാൻ അതല്ലേ തന്നെ ഒന്ന് ഏൽപ്പിച്ചത്. നീ അവളോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. താനത് സംസാരിച്ചില്ലാന്ന് എനിക്ക് മനസ്സിലായി. താല്പര്യം അതാ ഇഷ്ടം. നന്നായി താല്പര്യം ഇല്ലാതെ. ആണോ? അങ്ങനെയാകുമ്പോ എനിക്ക് എപ്പോഴും തന്നെ കിട്ടൂലല്ലോ. അതല്ലേ ഇപ്പൊ തന്നെ എത്രയായി? 2 മാസത്തോളായില്ലേ? അല്ല, അതന്നെയാണ് എനക്കും ഇഷ്ടം. അതെ, പക്ഷെ അല്ല, ഇനി ആയിട്ട് അധികം ബന്ധപ്പെടണ്ട കേട്ടാ. എന്തായാലും എനിക്ക് ദിവസം തന്നെ കിട്ടൂലല്ലോ. ഞാൻ വിളിക്കുമ്പോ വരാം. എപ്പം വിളിക്കും വരാൻ? ഒരു തവണ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. പിന്നെ ശ്രേയയുടെ ഫ്രണ്ടല്ലേ താനുള്ളത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ ചെറിയൊരു മടിയുണ്ട്. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു. അന്ന് പിന്നെ നീ വിളിക്കുകയും ചെയ്തു, ഒന്ന് ചെയ്യാലോ എന്നുള്ളതിൽ തന്നെ വിളിച്ചു. പക്ഷെ ഇപ്പം നീ വിളിക്കുന്നില്ല. അങ്ങനെയല്ല, അല്ല ശ്രേയായിട്ട് നിങ്ങൾ ബന്ധപ്പെടാൻ തുടങ്ങിയ പിന്നെ എന്നെ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയാ, നിങ്ങൾ ശ്രേയായിട്ട് അധികം അടുക്കണ്ട. നിങ്ങൾ എപ്പം വിളിച്ചാലും ഞാൻ വരും. പിന്നെ ഇന്ന് ഫ്ലാറ്റിലേക്കല്ലേ വരാൻ പറഞ്ഞത്? ഇങ്ങോട്ട് വന്നാല് ഇവിടെ ഇല്ല. എന്നാ പിന്നെ ശ്രേയ ഇല്ലാതപ്പോ നമുക്ക് ഫ്ലാറ്റിൽ വേണ്ട. അവള് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ
ഇല്ല, അവിടെ നീ ഇന്ന് വൈകിട്ടാവും വരാൻ. അത് അവളുടെ ആങ്ങളെ ഇവിടെ കൊണ്ടുവിടുകയോ ചെയ്യാ കാറിൽ. അപ്പോ അത് ഉറപ്പാണ് വൈകുന്നേരം വരെ ആയിട്ട് വരുള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ അങ്ങോട്ട് പുറത്തെവിടെയാ പോവാ? എന്നാ പിന്നെ നമുക്ക് പുറത്ത് ഇന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പക്ഷെ ഇന്നത്തെ ചുറ്റിക്കറങ്ങല് സേഫ് അല്ല. കാരണം അവള് പുറത്തായതുകൊണ്ട് അവൾ ഏത് ഭാഗത്തേക്കാ പോവാന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മളെവിടെയാ പോവാ പിന്നെ? അപ്പൊ ഫ്ലാറ്റിൽ വന്നാല് അല്ല അവക്കറിയുന്ന ആരെങ്കിലും ഉണ്ടാവില്ലേ? അതങ്ങനെ ആരും പകലൊന്നും അങ്ങനെ ആരും ഉണ്ടാവില്ല. എല്ലാവരും പുറത്ത് ജോലിക്ക് പോകുന്നല്ലേ. എനിക്കും പോവാനുണ്ട്. താൻ വരികയാണെങ്കിൽ ഉടനെ ഞാൻ രാവിലെ വിളിച്ചു നോക്കിയത്. അവളിപ്പോ ഇവിടുന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ആദ്യം കുറച്ച് ഇതെല്ലാം ഉണ്ടായിരുന്നു ശ്രേയന. ഇപ്പൊ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടായി. എന്ത് വേണ്ട. അല്ലാതെ പോകുന്നില്ല. ഇങ്ങോട്ട് വരുവല്ലേ? ഇങ്ങോട്ട് വന്നൂടെ? ഞാൻ അങ്ങോട്ട് തന്നെ വരാം. എന്നാല് പുറത്ത് സേഫില്ല. പിന്നെ പുറത്ത് ഞാൻ പറയുന്നത് പുറത്തത്ര പറയാൻ പറ്റില്ലല്ലോ. ഇനി അഥവാ ഇത് എന്റെ വണ്ടിയിൽ എവിടുന്നെങ്കിലും ആരെങ്കിലും കണ്ടിട്ട് അവളോട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. ഇവിടേക്ക് ആകുമ്പോൾ നീ എനിക്കിപ്പോ ആരെങ്കിലും പുറത്തു പോയതൊന്നും അധികാരിക്കും അറിയില്ല. അപ്പൊ ശ്രേയ എടുത്ത് വരുന്നതാണെന്നല്ലേ തോന്നുള്ളൂ. എനിക്കത് പറയുകയും ചെയ്യാലോ. എന്നാ പിന്നെ പുറത്ത് പോകണം. ഞാന് അങ്ങോട്ട് തന്നെ വരാം. എപ്പോ വരേണ്ടത് പറഞ്ഞാൽ മതി. അത്രയും പെട്ടെന്ന് തന്നെ വന്നു. വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. ഇല്ല, വേറെ പരിപാടിയൊന്നുമില്ല എനിക്ക്. അപ്പോ വേഗം വന്നു കഴിഞ്ഞാല് നമുക്ക് പിന്നെ കുറെ സംസാരിച്ച് വേഗം തന്നെ തുടങ്ങാലോ. ഞാനെന്നാല് പിന്നെ വേഗം രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരുവേ. അതെന്താ? മടങ്ങൂ. അതെന്താ? അല്ല, കുറച്ച് സമയം അവിടെ. അത് ഇയാൾക്ക് വേണ്ടുന്ന എല്ലാം കൂടി ഒരുപാട് സമയം വേണ്ട ലെവലിലായോ? പിന്നെ ഞാൻ പറഞ്ഞേ, നിങ്ങൾ സേവായിട്ട് അധികം ഇതാണ്ട് അടുക്കണ്ട. ഏറ്റവും അടുക്കണ്ടെന്ന് പറഞ്ഞാല് നമുക്ക് ഡെയിലി ഇങ്ങനെ തോന്നുമ്പം കാണാൻ പറ്റിയൊരു സ്ഥലം വേണ്ടേ? അതൊക്കെ ഞാനാക്കാം. അടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്നെ വിളിക്കുന്നില്ല. വിളിക്കാണ്ടൊന്നുമില്ല. എനിക്കിപ്പോ ഒന്നിൽ കൂടുതൽ ആളെ കിട്ടിയാല് മോശമൊന്നുമല്ല. അത് വേണ്ട. എന്നെ മാത്രം മതി. ഭാര്യന്ന് ഓർക്കുന്ന കാര്യം ആദ്യം നിങ്ങളോട് അത്ര താല്പര്യമൊന്നും കാണിക്കുന്നില്ലല്ലോ. പിന്നെ ഇതിന് അങ്ങോട്ടേക്ക് എടുക്കുന്നു. അല്ല, അതിപ്പോഴും ഇല്ല. ഞാൻ നിർബന്ധിച്ചാൽ മാത്രമേ. കാരണം ഞാൻ പറഞ്ഞില്ല, നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡെയിലി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാണ്. അപ്പോ ഒരു ശ്രമം നടത്തുമല്ലോ. അതിലത്ത് ഇത്രയും നല്ല ഒരാള് ഒരു ആളെന്റെ കൂടെ ഉണ്ടാകുമ്പോ ഞാൻ ഒരു തവണയെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കൂലേ? അത് വേണ്ട. ഞാന് എന്തായാലും നിങ്ങൾ വിളിക്കുന്നെല്ലാം വരാം. അന്നേരം ശ്രേയയുടെ ഫ്ലാറ്റിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും പോകാൻ പറ്റും. എവിടെയെങ്കിലും നേരം വിളിക്കുമ്പോ അത് ശ്രേയയോട് എന്തെങ്കിലും കളവ് പറഞ്ഞിട്ട് നിങ്ങൾ വന്നാൽ മതി. ഞാൻ വിളിക്കാം. മനസ്സിലായില്ല. നിങ്ങൾ ഫ്ലാറ്റിൽ ഉണ്ടാകുമ്പോ അങ്ങോട്ടൊക്കെ എനിക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്നിട്ട് നമുക്ക് പുറത്തെവിടെയും പോയിട്ട് പറഞ്ഞിട്ടൊക്കെ വരാം. പുറത്തെവിടെയെങ്കിലും പോയിട്ട് ഇറങ്ങിയിട്ട് വരുന്നതിന് കുഴപ്പമില്ല. പക്ഷെങ്കിൽ ആരും അറിയാത്ത രീതിയിൽ ഞാൻ പറയുന്നത് ഒരിക്കലും അവൾ അറിയാൻ പാടില്ലേ. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ഇഷ്യൂല് നിങ്ങൾ ദേഷ്യത്തിൽ അകന്ന് മാറിക്കഴിഞ്ഞാൽ ഇത് ഒന്നും ഒരിക്കലും പറയരുത് കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാല് എന്നുവെച്ചാൽ നമ്മള് ഈ ഒരു പ്രശ്നത്തിൽ മാത്രമേ ഉള്ളൂ ശ്രേയും ഞാനും തമ്മിലുള്ള ചെറിയൊരു അകൽച്ച. ബാക്കിയെല്ലാം നല്ല ഇതിൽ പോകുന്നതാണ്. അപ്പൊ നമ്മള് ഫാമിലിക്കൊക്കെ പ്രശ്നം വരും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് പോകാൻ. ഇല്ല, ശ്രേയ അറിയാണ്ടല്ലോ നിങ്ങൾക്ക് ഇത് ആവശ്യമാണ്. അവക്കത് വേണ്ട. അപ്പൊ പിന്നെ നിങ്ങളുടെ ആവശ്യം നടക്കണ്ടേ? എന്റെ ആവശ്യം നടക്കണം. അതുകൊണ്ടാണ് ഞാൻ തന്നെ വിളിക്കുന്നത്.
ഞാൻ വിചാരിച്ചു ഇന്ന് താൻ വരൂല എന്നാ പറയാന്ന് വിചാരിച്ച്. അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അത്രക്ക് ഇൻട്രസ്റ്റ് ആയ ഇത് നമുക്ക് ആ ഇൻട്രസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ തീർക്കാം. ഞാനും ഏതാണ്ടായി ഒരു 3 ആഴ്ചയോളായി ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പട്ടിണി കിടക്കുമ്പോഴേ കിടക്കുന്നു.